ഷോൺ ഷോൺ നമുക്ക് വീണ്ടും ഒരു കുഞ്ഞൻ വരാൽ നമ്മുടെ സ്കൂബിയിൽ അടിച്ചിട്ടുണ്ട്. ഒന്നും കേൾക്കുന്നില്ല. ആ ഫിഷോ ഉയ്യ ഓ ഇനി എടുക്ക. ആ ഫിഷോ ഉണ്ട് പാമ്പ. ഫ്രോഗ് അടിച്ച നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. നല്ല ആ എടുക്കുന്നുണ്ട്. ആ ഫിഷോൺ അവനെ നമ്മൾ കൊല്ലിയിലോട്ട് ഫിഷോൺ ഫിഷോൺ നമ്മുടെ വരാലിന് നമ്മൾ സ്ലിങ് വെച്ചടിച്ചു. ആ ഫിഷോൺ 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 ആ ഫിഷോൺ ഫിഷോൺ ആ ഫിഷോൺ. അയ്യോ ചൊട്ട എൻ്റെ മച്ച. അപ്പം നമുക്ക് തരാണ്ട് പുതിയ 2 ഫ്രോഗ് വന്നിട്ടുണ്ട്. നമ്മുടെ റിയൽ വാരിയൻ്റെ സ്കൂബി നോക്കിയേ, എന്നാ ക്യൂട്ടായിട്ടുള്ള ഐറ്റം അല്ലേ. നമ്മുടെ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ റിയൽ വാരിയൻ്റെ സ്കൂബി. അപ്പോൾ ഇതിൻ്റെ 2 കളറാണ് നമ്മുടെ വന്നിരിക്കുന്നത്. നമ്മളിത് മീനെല്ലാം പിടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫ്രോഗിൻ്റെ വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഫ്രോഗുകൾ വെച്ച് നമ്മൾ നല്ല രീതിയിൽ അല്ലേ ഏകദേശം ഒരു 10-25 വരാലുകളും നമ്മൾ പിടിച്ചു. 1-2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വരാലുകളെല്ലാം പിടിച്ചത്. ഈ ഫ്രോഗിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയാം. ഒരു കുഞ്ഞൻ ഫ്രോഗ് എന്ന് വെച്ചാൽ ആൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഒരു കുഞ്ഞനൊരു സ്പിന്നറുണ്ട്. നല്ല രീതിയിൽ ആക്ഷൻ കിട്ടും കേട്ടോ. വലിയ സ്പിന്നറല്ല, കുഞ്ഞ് സ്പിന്നർ. ഫ്രോഗ് നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7 ഗ്രാമാണ്. അപ്പം നമുക്ക് സ്പിന്നിങ്ങിലൊക്കെ കുഴപ്പമില്ല കിട്ടും. ബെയ്റ്റ് കാസ്റ്റയിലാകുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നല്ല രീതിക്ക് ഈ നീളത്തിലിരിക്കുന്നതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് ഇച്ചിരി കൂടെ കാസ്റ്റിങ്ങിൻ്റെ ഡിസ്റ്റൻസ് നല്ല രീതിയിൽ നമുക്ക് ഇവനെ ഈ ഒരു ഫ്രോഗെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 കളർ ഫ്രോഗ് ഉണ്ടല്ലോ, ഏകദേശം നമ്മൾ 2 ദിവസം കൊണ്ട് ഈ ഒരു പരുവം നമ്മൾ ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ മീൻ പിടിച്ച് ഏറ്റവും കൂടുതൽ പിടിച്ച് ഞാൻ ഇതിലാണ് ഏറ്റവും കൂടുതൽ പിടിച്ച്. ഇത് ചപ്പയിലൊക്കെ അത്യാവശ്യം ഉടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഉടക്കും കാര്യങ്ങളൊക്കെ ചപ്പയിലുണ്ട്. അത് അറിയാലോ, ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളെല്ലാം ഉടക്കും. അപ്പം കൂടുതൽ വിശേഷമൊന്നുമില്ല. അപ്പം നിങ്ങൾ നേരെ വീഡിയോ കാണുക. ഫിഷോൺ ഷൂ ഡാ റിവിനെ ഡാ റിവിനെ ഡാ റിവിനെ പോയ നമ്മുടെ റിയൽ വാരിയറിൻ്റെ സ്കൂബിയിലടിച്ചിട്ട് വരാലിൻ്റെ സൈസ് കണ്ടോ. ഇത്രയും വലിയ വരാലിനെ കണ്ടോ. ഇത്രയും വലിയ വരാലിൻ്റെ സൈസ് കണ്ടോ. വലിയ സൈസ് വരാൽ കണ്ടോ. എൻ്റെ കൈ ഇത്രയും പോലും ഇല്ല. വലുതാ ചാക്കിങ്ങെടുത്തേ. ഓക്കെ, ഇത് ഡാമേജ് ആവാൻ നല്ല സാധ്യതയുണ്ട്. നമുക്ക് നോവിക്കാതെ വിടാൻ ശ്രമിച്ചപ്പോൾ നീ അഹങ്കരിക്കുന്നു. വലിയ ഡാമേജ് ഇല്ല കേട്ടോ. ജീവിച്ചു ഇതിനെ ഞാൻ വെറുതെ വിട്ടു. നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൂക്ഷിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ ചന്തിയും തള്ളി വീഴും. വെള്ളം കുറഞ്ഞു കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുറഞ്ഞു. ഇവിടെ എല്ലാം സൂക്ഷിച്ച് വേണം കാല് വെക്കാൻ, ഇല്ലേ പണി വാളും.
ഇതൊരു കുളമാണ്, പണ്ടത്തെ ഒരു അമ്പലക്കുളമാണ്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കാം. വരാലൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്ന സ്ഥലം ഇത്. പക്ഷെ എടുക്കുന്നത് ഭയങ്കര കുറവാണ്. എന്താണെന്നറിയാം, നേരത്തെയൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഫണ്ടൊക്കെ മീൻ നമ്മൾ ശരിക്കും പിടിച്ചിട്ടുണ്ട് വരാലൊക്കെ. പക്ഷെ ഇപ്പം ഇനി അങ്ങോട്ട് എടുക്കുന്നില്ല ഇതിനകത്തൊന്നും. ഓൾറെഡി തീറ്റ കുറേ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അധികം എടുക്കാത്തത്. ഒക്കെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഹുക്കപ്പ കേട്ടോ. പിടയിൽ നമ്മുടെ റിയൽ വാരിയറിൻ്റെ സ്കൂബി ഞാൻ ഇവനെടുത്തിടട്ടെ. ഇല്ലേ വൺ സീൻ എവിടെ എടുത്തിട്ട് ഇല്ലേ പിടേ ഗ്രിപ്പറിട്ടു. നമ്മുടെ റിയൽ വാരിയറിൻ്റെ സ്കൂബിയിലടിച്ച ഇന്ന് ദിവസം ഫസ്റ്റ് വരാല് ചെറുതാട്ടോ, ഒരു 1/4 കിലോ മേളിലുണ്ട്, ചെറിയ ടൈപ്പ്. എടുക്കാം. ഞാനിപ്പം ഇവിടുന്ന് എൻ്റെ വായ ഹുക്ക് വരട്ടെ. നല്ല ഹുക്കപ്പായി കേട്ടോ, നല്ല ഹുക്കപ്പായിട്ടുണ്ട്. ഇതെല്ലാം വരാലടിക്കുന്നുണ്ട്. ഇനി കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ സഞ്ചിയിലോട്ട് ഫസ്റ്റ് നമുക്ക് ഇതിനെ കയറ്റാം. ഗ്രിപ്പർ ഇച്ചിരി ടൈറ്റായി. അത് കണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടോ. ആഹാ, നല്ല അടിപൊളിയാണ് ഭംഗി കേട്ടോ. ചിലപ്പോൾ ഫോണിൽ കൂടെ കാണുന്ന പോലെ ആയിരിക്കത്തില്ല, നല്ല അടിപൊളി ഭംഗി എന്ന് വെച്ചാൽ അടിപൊളി അവിടെ കാണാനിപ്പോൾ. അയ്യോ, വെയിലെന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളി കീറുന്ന വെയിൽ കേട്ടോ. സൂപ്പർ വെയിൽ. ഇവൻ ചപ്പം കൊണ്ട് വരാനെല്ലാം പറ്റത്തില്ലേ. എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ട ഷോൺ ഇതൊരു മെനക്കെട്ട പരിപാടിയാണെന്നറിയത്. അയ്യോ നമ്മുടെ വരാലിതോ കിടക്കുന്നേ, നമ്മുടെ വരാലിതോ കിടക്കുന്നേ, നമ്മുടെ വരാല് കിടക്കുന്നേ. അയ്യോ, നമ്മുടെ വരാലിനെ നമ്മൾ സ്ലിങ് വെച്ചടിച്ചു. ഇല്ലേ പോയേനെ അവന്. ആകപ്പാടെ കിട്ടിയ മീനാണ്. അതിനെ ഞാൻ വെറുതെ കളയേണ്ട കാര്യം. ഇതൊക്കെ എടുക്കാമെന്ന് പറ്റുമോ, അതുകൊണ്ട് പിന്നെ നമുക്ക് സ്ലിങ് അടിച്ചെടുക്കാം. ദേ കണ്ടോ, കാര്യം ഇവിടെയൊക്കെ ചപ്പ വന്നത് കാര്യം, അതാണ് മെയിൻ പ്രശ്നം. ഇതെങ്ങനെ കയറി ആയത്തടിക്ക് തന്നെ കൊണ്ട് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ വരാൽ ഞാൻ കൊല്ലിയിലോട്ട് കേട്ട് ഇതെല്ലാം ചോരയായി. ചെറിയ ചെകിളിയുടെ സൈഡിൽ കയറണം കേട്ടോ അടിച്ചത്. പിന്നെ വലിയ ഡാമേജ് ഇല്ല. സ്പ്രിങ് എടുത്ത് നോക്കട്ടെ.
കവണ കവണ എടുക്കാൻ വെച്ചായിരുന്നു ഉള്ളി. Fish on. യെസ്, അവനവിടെ വെട്ടുമായിരുന്നു. എന്ത് ഹുക്ക് ഉണ്ടോ, നല്ല രീതിയിൽ അവനടിച്ച് അകത്ത് കയറ്റി, വായിക്കകത്ത് നല്ല രീതിയിൽ. ഇവൻ ചാകാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. കണ്ടോ, ഊരി വന്ന് ഹുക്ക്. ഉയ്യോ, ബ്ലഡ് ഹല്ലേലൂയ. ബ്ലഡ് കണ്ടുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകട്ടോ, അവൻ്റെ ബ്ലഡെല്ലാണെന്ന് കളയാൻ വേണ്ടി. നല്ല രീതിയിൽ അകത്ത് നല്ല പ്രോപ്പറായിട്ട് വേണ്ടി തരുന്നത് കേട്ടോ. അവിടെ 3ാമത്തെ വരാൽ കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, സൈസ് ഇതൊക്കെ എടുക്കാമെന്ന്. നമ്മുടെ റിയൽ വാരിയറിൻ്റെ സ്കൂബി. സമയം 8:30 ആയി കേട്ടോ. അപ്പോഴാണ് നമുക്ക് മീൻ അടിക്കുന്നത്. നമ്മൾ വെറുതെ ഇത്രയും നാൾ ഫിഷ് ഓൺ. നമ്മുടെ പോത്തില്ല. നെക്സ്റ്റ് ഡേ നമ്മുടെ സ്കൂബി മറ്റേ ഇതെടുത്തടാ, ഹുക്രൂമറും പ്ലെയറും ഇതാ. പോത്തില്ല. നല്ല ഹുക്കപ്പ് നമ്മുടെ സ്കൂബിയിൽ അടിച്ചേക്കുന്ന നെക്സ്റ്റ് ഡേയിൽ വരാല്. ഒരു 1/4 കിലോ മേളിലുണ്ട് കേട്ടോ. നല്ല സാധനം. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, കൊല്ലിയിലോട്ട് മാറ്റാം. നല്ലൊരു ഫിഷ് ഓൺ. കുഴപ്പമില്ല. വരാൽ ചെറുത്. നമ്മുടെ നെക്സ്റ്റ് ഡേ സ്കൂബിയിലെ 2ാമത്തെ വരാൽ. ഒരെണ്ണം നമുക്ക് പോയി. 2ാമത്തെ വരാൽ ഇവിടെ പോവാ. ഇത്ര ഉണ്ട് കേട്ടോ, 1/4 കിലോയൊക്കെ അടുത്തുണ്ട്. ഇതൊക്കെ എടുക്കാവുന്ന പരുവാണ്. ഇത്ര ഒരെണ്ണം നമുക്ക് ഊരിപ്പോയി. ഇതൊക്കെ എടുക്കാവുന്ന പരുവ കേട്ടോ. ആ കേട്ടൻ കഴിക്കടാ. അവൻ്റെ ഹുക്ക് കണ്ടോ, നല്ല ഹുക്കപ്പായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്കൂബി വേട്ട. ഓക്കെ, ഇനി എവിടെ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഫിഷ് ഓൺ. അയ്യോ, ചൊട്ട സൈസ് കാണണം നിങ്ങൾ. ഇതിൻ്റെ ഇത് കയറുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. വേണം എടുക്കണ്ടല്ലോ. നമ്മുടെ സ്കൂബിയിലെ ചെറിയ വരാൽ വലിയ വരിക്കില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് കളയാൻ വരുക. നമ്മൾ റെവിനെ എപ്പിക്കുകയാണ്. നിൽക്കേ കൊണ്ടു. അതെ, റിവിൻ ജീവിതത്തിൽ നന്മ പ്രവർത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ്. മീനെ ആദ്യമായിട്ടാണ് വിടുന്നത്. നീങ്ങുന്നു ഈശയായോ. വളരെ വലുതുണ്ട്. ഫിഷ് ഓൺ. ഒയ്യോ, പിന്നെ പോയി. നമ്മൾ വിടേണ്ട ആവശ്യമില്ല, അവൻ തന്നെത്താനെ റിലീസായിട്ടുണ്ട്. അടുത്ത റിലീസ്. പോ ജി.
ഫിഷ് ഓൺ. ഇതേ ചെറുതാ. നമ്മുടെ സ്കൂബിയിൽ നെക്സ്റ്റ് ഡേയിൽ ആദ്യത്തെ വരാൽ. പരിക്കുണ്ട് കേട്ടോ കണ്ണിൽ കൂടെ. നമുക്ക് വിട്ടിട്ടും കാര്യമില്ല, എടുക്കാം. പക്ഷേ ടിക്കളി ഇന്ന് ഞാൻ നിർത്തുന്നുണ്ട്. ഫിഷ് ഓൺ. ഇത് കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്കൂബിയിലെ നെക്സ്റ്റ് ഡേയിൽ സെക്കൻഡ് വരാൽ. കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ലൊരു തന്നെ. കുറേ നേരമായിട്ട് അതിൻ്റെ വട്ട് കളിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ ഹുക്കപ്പായി കേട്ടോ. ഇതേ തുളഞ്ഞിപ്പുറത്തൊന്നും കണ്ടോ കണ്ടോ. വാവ്, നമുക്കതിനെ കൊല്ലിലോട്ട് മാറ്റാം. ഫിഷ് ഓൺ. പോകല്ലേ. നമുക്ക് എടുക്കാം കേട്ടോ, എടുക്കുന്ന വരുമോ. നമ്മുടെ സ്കൂബിയിൽ ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ വരാൽ. ഇതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ, ഒരു കാക്കിലുണ്ട്, ഇതൊക്കെ എടുക്കാം. നമുക്ക് വീണ്ടും ഒരു കുഞ്ഞൻ വരാൽ നമ്മുടെ സ്കൂബിയിൽ അടിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പരിക്കുണ്ട്, ഇവിടെ കാര്യമൊന്നുമില്ല, നമുക്കിവനെ എടുക്കാം. പരിക്കുണ്ട് കേട്ടോ. കിടക്കട്ടെ. ശരിക്കും എടുക്കുന്നില്ല, പക്ഷെ കഴിച്ചുകൊണ്ടിട്ടുണ്ടല്ലോ. ഇനി എടുക്കും. ഫിഷ് ഓൺ. അവിടെ പോയി എടുക്കുക. ഇതൊക്കെ എടുക്കോ, ഇതെടുത്തോ, നീ കൊണ്ടുപോ. നിനക്കെടുക്കുക. ഇത് നമ്മുടെ സ്കൂബിയിൽ നെക്സ്റ്റ് ഡേയിൽ രണ്ടാമത്തെ വരാല് കേട്ടോ. നമ്മൾ വേറെ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്, വേറെ കളറാണ്. ഇവനെ ഒന്ന് നല്ല ഹുക്കപ്പായിട്ടുണ്ട്. ഇതേ മോട്ടറാണ് രാവിലെ കൊടുത്തത്. ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്, ബാക്കി ഇല്ല. ഇച്ചിരി വിടുതാടാ, ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റും നമുക്ക്. കാണിച്ചേ. ഇനി ചോട്ട കിട്ടണം, വിടണ്ട കേട്ടോ. ഇനി എടുത്തേക്കാം അല്ലേ, വിടണ്ട. കട്ടിയായി സാധനം. കൊണ്ട് പോകാം. ഉണ്ട്, മീനുണ്ട്. ഇല്ല, ഉണ്ട്. മീനില്ലടാ, ഉണ്ട്. സൈസ് ഇത് നല്ല ഒരെണ്ണം. ഇത് നല്ലൊരു വരാല് കേട്ടോ. പ്ലെയർ ഇത് നല്ലതാണ്. പ്ലെയർ അതെന്താ. നമ്മുടെ സ്കൂബിയിലെ രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വരാലല്ലേ, അല്ലേ രണ്ടാമത്തെ വരാൽ. ഒരെണ്ണം നമ്മൾ വിട്ടായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല സൈസ് എടുത്തണം. പ്ലെയർ ഇങ്ങനത്തെ വായി നല്ല രീതിയിൽ അടിച്ച് കിട്ടി. ഞാൻ പറ്റി പോയെന്ന് പിടിച്ചേ ഉണ്ടോ. ഇത് നല്ല എടുത്തണം കേട്ടോ. ഒരു 1 കിലോ പ്ലസ് ഉണ്ട്. 1/2 കിലോ ഒക്കെ എടുത്തിട്ടുണ്ടോ. 400 ഗ്രാം കാണും അല്ലേ, 400 ഗ്രാം കാണും. 400 ഗ്രാം. നീ പെട്ടടാ, നീ പെട്ടു. ഇതുപോലെ കിട്ടണം. ഏത് നമ്മുടെ
പ്ലെയർ ഇച്ചിരി സ്റ്റഡി ടൈറ്റാ. എറിഞ്ഞാൽ പോന്നെ. ഫിഷ് ഓൺ. പോകല്ലേ പോകല്ലേ. ആ കുഴപ്പമില്ല. പ്ലെയർ ഉണ്ടോളോ? അടിപൊളി. മൂന്നാമത്തെ നമ്മുടെ വരാൽ. ഇത് നല്ല സൈസ് കേട്ടോ. നമുക്ക് രണ്ടാം പറ്റിയതിൻ്റെ അത്ര അതിനുണ്ട്. ഒരു 400 ഗ്രാം ഉണ്ട് കേട്ടോ. അടിപൊളി വരാൽ കേട്ടോ. അടിപൊളി സൈസ്. ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് മുതലാണ് കേട്ടോ. ഫ്രോഗ് നല്ല ഹൂക്കപ്പ്. നല്ല ഹൂക്കപ്പ് എന്ന് വെച്ചാൽ നല്ല ഹൂക്കപ്പ് ആയിട്ടുണ്ട്. ഇനി ഇത്രയും ഇനിയും കിടപ്പുണ്ടല്ലേ? ഇനിയും ഉണ്ട്. ഈ ടൈപ്പ് ഉണ്ട്. പക്ഷേ കിട്ടുന്ന ചത്തോടെ ഒരു സംശയം. പേര് ഇത് അതെ. അയ്യോ തലപ്പിടിയാ. പോത്തില്ല പോത്തില്ല പോത്തില്ല. പെട്ടെന്ന് ഇടും. ഇതിനൊക്കെ കിട്ടണമെങ്കിൽ പാടാ. കുത്തിക്കേറ്റ്. എന്ത് ചെയ്യടാ? കുത്തിക്കേട്ടറാ. നീ അവിടെ അയച്ചില്ലേ ഗൈസ്? ബാഗത്താകട്ടെ. ഫ്രോഗ് അടിച്ച നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. നല്ല ബ്ലിങ്ങാച്ച് പരുവാനാക്കി തന്നിട്ടുണ്ട് ഫ്രോഗ് അവന്. ആ ഓക്കെ ഡൺ. ഫ്രോഗ് നേരെ ഇട്ടു. ഇനിയുണ്ട് ഇനിയുണ്ട്. എടുക്കുന്നില്ല ഇവിടുത്തെ. അവിടെ നിൽക്കുന്നവന്മാർ ഇപ്പം എടുക്കുന്നില്ല. ആ കിഷോൺ ആ ചോട്ടല്ല. ഇത്രയുണ്ടോ? ഇത്രയുണ്ട്. നമ്മുടെ സ്കൂബിയിലെ രണ്ടാമത്തെ ദിവസം 4ാമത്തെ വരാൽ. ഇതൊരു 1/4 കിലോ സൈസ് ഉണ്ട് കേട്ടോ. 1/4 കിലോ. നല്ല ഹൂപ്പായിട്ടുണ്ട് കേട്ടോ. 1/4 കിലോ ഉള്ള ടൈപ്പാണ്. ഇല്ല എങ്ങെടുക്കാം. അതിനകത്തോട്ട് ബൈക്കകത്താണ്. നല്ല ഹൂക്കപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല ഹൂക്കപ്പ്. എന്തായാലും നമ്മൾ ഇന്നിട്ടേക്കുന്ന വേറൊരു കളറാണ് കേട്ടോ. നമ്മൾ ഡെയിലി ഇടുന്ന കളറല്ല. ഇന്ന് വേറൊരു ടൈപ്പ് കളറാണ് ഞാൻ എടുത്തത്. ഗ്രിപ്പർ ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. പിന്നെ അവനെ നമ്മൾ കൊല്ലിയിലൊക്കെ ഈ ഇച്ചിരി കട്ടിയായി കേട്ടോ. അല്ലേ? ഇത് അറിയത്തില്ല. എൻ്റെ ദൈവമേ, ഇത് വേണോ? ഇത് ഞാൻ വെച്ച് പോയെന്ന്. എന്ത് അങ്ങോട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കുഞ്ഞൊരു വീഡിയോ ആണ്. നമ്മൾ മിക്ക മീനുകളെയും പിടിച്ചത് ഈ 2 ഫ്രോഗുകൾ വെച്ചാണ്. അപ്പോൾ ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ മീൻ അടിക്കാൻ നല്ലൊരു ഫ്രോഗാണ്. പിന്നെ ബെയ്റ്റ് കാസ്റ്റർ ആകുമ്പോൾ ഇച്ചിരി നമുക്ക് ലോങ് കിട്ടാനാണ് സാധ്യത കേട്ടോ. അപ്പോൾ എനിക്കറിയത്തില്ല സ്പിന്നിങ്ങിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ബെയ്റ്റ് കാസ്റ്റർ നമുക്ക് നല്ല രീതിയിൽ നമുക്കിന് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഫ്രോഗ് മേടിക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഞാൻ നമ്മുടെ 1-2 ഷോപ്പുകളുടെ നമ്പറെല്ലാം താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ വിളിച്ചാൽ മതി. നമ്മുടെ തിരുവല്ല ടാക്കിൾ ഷോപ്പിലൊക്കെ ഇപ്പം സംഭവം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം 1-2 ഷോപ്പിൻ്റെ നമ്പറൊക്കെ കൊടുക്കുക. അപ്പം മച്ചാമാരെ നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് മത്സ്യന്മാർക്കും ടാറ്റാ.